Hello everyone, welcome to Math Magic. Question number 9 from exercise 2.2. The ages of Rahul and Harun are in the ratio 5:7. 4 years later, the sum of the ages will be 56 years. What are the present ages? ക്വസ്റ്റ്യൻ പറയുന്നത് രാഹുലിൻ്റെയും ഹാറൂണിൻ്റെയും വയസ്സിൻ്റെ റേഷ്യോ 5:7. 4 വർഷം കഴിഞ്ഞാൽ രണ്ടു പേരുടെയും വയസ്സിൻ്റെ സമ്മ് 56 ഇയേഴ്സ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിക്കുന്നത്. നമുക്ക് വയസ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ, 5:7. ഇത് വെച്ചിട്ട് നമുക്ക് അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എഴുതണം. അതെങ്ങനെ എഴുതാം? 5നെയും 7നെയും ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് രണ്ടു പേരുടെയും ഇപ്പോഴത്തെ വയസ്സ് കിട്ടും. അത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ രാഹുലിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 5x എന്നും ഹാറൂണിൻ്റെത് നമുക്ക് എന്ത് കിട്ടും? 7x എന്നും കിട്ടും. 5x 7x എന്ന് കിട്ടി. നമുക്ക് എഴുതാം, ലെറ്റ് ദ ഏജസ് ഓഫ് രാഹുൽ and Harun be 5x and 7x. 5x and 7x. അപ്പോൾ രണ്ടാളുടെ വയസ്സ് നമ്മൾ എങ്ങനെ എടുത്തു? 5x 7x. പിന്നെ തന്നത് 4 വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സിൻ്റെ സമ്മ് 56. അപ്പോൾ 4 വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സ് എത്രയാകും? ഇപ്പോഴത്തെ വയസ്സ് 5x. അപ്പോൾ ആ 5xൻ്റെ കൂടെ നമ്മൾ എത്ര ആഡ് ചെയ്യണം? 4 ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 4 വർഷം കഴിഞ്ഞാൽ രാഹുലിൻ്റെ വയസ്സ് 5x + 4 എന്നാകും. അതുപോലെ ഹാറൂണിൻ്റെ വയസ്സ് എന്താകും? 7x + 4. അപ്പോൾ 4 വർഷം കഴിഞ്ഞാൽ ഇവരുടെ വയസ്സ് 5x + 4 + 7x + 4 = 56 എന്ന് വരും. നമുക്ക് ഇക്വേഷൻ എഴുതാം. 5x + 4 + 7x + 4 = 56. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 5x + 4 + 7x + 4 = 56. ഇനി നമുക്ക് എക്സിൻ്റെ ടേമൊക്കെ ആഡ് ചെയ്യാം. 5x ഉണ്ട്, 7x ഉണ്ട്. 5x + 7x എത്ര വരും? 12x അല്ലേ? 12x പ്ലസ് ഇൻ കോൺസ്റ്റൻസ് 4 + 4 4 + 4 = 8. അപ്പോൾ +8 = 56. നെക്സ്റ്റ് 12x = 56 + 8 ട്രാൻസ്പോസ് ചെയ്യുക. -8 = 56 - 8 48 എന്ന് കിട്ടും. അപ്പോൾ 12x = 48. ഇനി x മാത്രം LHSൽ വെക്കുക. x = 48 ഡിവൈഡഡ് ബൈ 12 = 48/12 4. x = 4 എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ടുപേരുടെയും വയസ്സ് എഴുതണം. രാഹുലിൻ്റെ വയസ്സ് നമ്മൾ എത്ര എടുത്തത്? 5x. അതുപോലെ ഹാറൂണിൻ്റെ വയസ്സ് 7x. ഫസ്റ്റ് രാഹുലിൻ്റെ വയസ്സ് എഴുതാം. പ്രസൻറ്റ് ഏജ് ഓഫ് രാഹുൽ = 5x = 5 × എക്സിൻ്റെ വാല്യൂ 4 = 20. നെക്സ്റ്റ് പ്രസൻറ്റ് ഏജ് ഓഫ് ഹാറൂൺ = 7x = 7 × എക്സിൻ്റെ വാല്യൂ കൊടുക്കുക 4 = 7 × 4 28. അപ്പോൾ നമുക്ക് രണ്ടുപേരുടെയും വയസ്സ് കിട്ടി. രാഹുലിൻ്റെ വയസ്സ് 20, ഹാറൂണിൻ്റെ വയസ്സ് 28. നെക്സ്റ്റ് 10th question. The number of boys and girls in a class are in the ratio 7:5. The number of boys is 8 more than the number of girls. What is the total class strength? അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ക്ലാസ്സിലെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും നമ്പേഴ്സിൻ്റെ റേഷ്യോ 7:5 ആണ്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ബോയ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഗേൾസിനേക്കാളും 8 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന റേഷ്യോ വെച്ചിട്ട് ക്ലാസ്സിലെ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും നമ്പർ എത്രയാണെന്ന് എഴുതാം.
റേഷ്യോ 7:5. അപ്പോൾ 7നെയും 5നെയും ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം കിട്ടും. അപ്പോൾ ആ നമ്പർ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ബോയ്സ് 7x എന്നും ഗേൾസിൻ്റെ എണ്ണം 5x എന്നും കിട്ടി. ലെറ്റ് ദി നമ്പർ ഓഫ് boys be 7x and the number of girls be 5x. പിന്നെ നമുക്ക് തന്ന കണ്ടീഷന് ബോയ്സ് ഗേൾസിനേക്കാളും 8 കൂടുതലാണ്. അപ്പോൾ ബോയ്സിൻ്റെ നമ്പർ നമുക്കറിയാം 7x. അപ്പോൾ 7x ഈക്വൽ ടു എന്ത് വരും 8 മോർ ദാൻ ദി നമ്പർ ഓഫ് ഗേൾസ് എന്ന് തന്നത്. അപ്പോൾ ഗേൾസിൻ്റെ നമ്പർ എത്രയാണ് 5x. അപ്പോൾ 5x പ്ലസ് 8. അപ്പോൾ ബോയ്സ് നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ ടു 5x പ്ലസ് 8. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സിനെയൊക്കെ ഒരു സൈഡിലോട്ടേക്കാക്കാം. അപ്പോൾ 7x 5xനെ LHSലോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്തു. അപ്പോൾ -5x ഈക്വൽ ടു 8. 7x മൈനസ് 5x 2x ഈക്വൽ ടു 8. x ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി 4. ഇനി നമുക്ക് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും നമ്പേഴ്സ് എത്രയാണെന്ന് എഴുതാം. നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ ടു 7x ഈക്വൽ ടു 7 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 4 ഈക്വൽ ടു 7 ഇൻറ്റു 4 28. നെക്സ്റ്റ് നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽ ടു 5x ഈക്വൽ ടു 5 ഇൻറ്റു 4 ഈക്വൽ ടു 20. ഇനി നമുക്ക് ടോട്ടൽ സ്ട്രെങ്ത് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചതല്ലേ. അപ്പോൾ ടോട്ടൽ strength equal to 28 plus 20. 28 plus 20 equal to 48. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി ടോട്ടൽ സ്ട്രെങ്ത് ഈക്വൽ ടു 48. 11th question. Baichung's father is 26 years younger than Baichung's grandfather and 29 years older than Baichung. The sum of the ages of all three is 135 years. What is the age of each one of them? അപ്പോൾ ഇവിടെ 3 പേരുടെ വയസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞതല്ലേ. എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യം പറഞ്ഞിട്ടുള്ളത് ബൈജുങ്ങിൻ്റെ ഫാദറിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും ഏജിനെ കുറിച്ചിട്ടാണ്. ബൈജുങ്ങിൻ്റെ ഫാദർ ഗ്രാൻഡ് ഫാദറിനേക്കാളും 26 ഇയേഴ്സ് യങ്ങറാണ്. നെക്സ്റ്റ് പറഞ്ഞത് ബൈജുങ്ങിൻ്റെയും ബൈജുങ്ങിൻ്റെ ഫാദറിൻ്റെയും വയസ്സിനെ കുറിച്ചാണ്. ബൈജുങ്ങിൻ്റെ ഫാദർ ബൈജുങ്ങിനേക്കാളും 29 ഇയേഴ്സ് ഓൾഡറാണ്. പിന്നെ പറഞ്ഞത് 3 പേരുടെയും ഏജ് സം ചെയ്താൽ 135 ഇയേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും വയസ്സ് എത്രയാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബൈജുങ്ങിൻ്റെ ഫാദറിൻ്റെ വയസ്സ് എന്തായിട്ട് എടുക്കാം, എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഴുതാം ലെറ്റ് Baichung's father's age be x. നെക്സ്റ്റ് നമുക്ക് ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ് എത്രയാണെന്ന് എഴുതാം. ഗ്രാൻഡ് ഫാദേഴ്സ് ഏജ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഫാദർ 26 ഇയേഴ്സ് യങ്ങർ ദാൻ ബൈജൂങ്സ് ഗ്രാൻഡ് ഫാദർ. അതായത് ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ് ബൈജൂങ്ങിൻ്റെ ഫാദറിൻ്റെ ഏജിനേക്കാളും 26 കൂടുതലാണ്. അപ്പോൾ ഫാദറിൻ്റെ ഏജ് എക്സ്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ് എത്രയായിരിക്കും, എക്സ് പ്ലസ് 26. നെക്സ്റ്റ് നമുക്ക് ബൈജൂങ്ങിൻ്റെ ഏജ് എഴുതാം. ബൈജൂങ്സ് ഏജ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 29 ഇയേഴ്സ് ഓൾഡർ ദാൻ ബൈജൂങ്. അതായത് ബൈജൂങ്ങിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് അച്ഛനേക്കാളും എത്ര കുറവായിരിക്കും, 29 ഇയേഴ്സ് കുറവായിരിക്കും.
അപ്പോൾ ഫാദറിൻ്റെ ഏജ് എക്സ് ആയിട്ട് എടുത്താൽ എക്സ് മൈനസ് 29 അതായിരിക്കും ബൈജോങ്ങിൻ്റെ ഏജ്. അപ്പോൾ നമുക്ക് 3 പേരുടെയും ഏജ് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നത് ഏജ് ആഡ് ചെയ്താൽ 135. അപ്പോൾ നമുക്കത് ആഡ് ചെയ്തിട്ട് എഴുതാം. എക്സ് പ്ലസ് 26 പ്ലസ് എക്സ് മൈനസ് 29 ഈക്വൽ ടു 135. നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് പ്ലസ് 26 പ്ലസ് എക്സ് മൈനസ് 29 ഈക്വൽ ടു 135. ആദ്യം എക്സിൻ്റെ ടേം ആഡ് ചെയ്യാം. 3 എക്സിൻ്റെ ടേം ഉണ്ട്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് എക്സ് 3x. നെക്സ്റ്റ് കോൺസ്റ്റൻസ് 26 മൈനസ് 29 പ്ലസ് 26 മൈനസ് 29 ഈക്വൽ ടു 135. 3x 26 മൈനസ് 29 മൈനസ് 3 എന്ന് വരും അല്ലേ, -3 ഈക്വൽ ടു 135. 3x ഈക്വൽ ടു 135 ട്രാൻസ്പോസ് ചെയ്യുക -3 പ്ലസ് 3 ഈക്വൽ ടു 135 പ്ലസ് 3 138. അപ്പോൾ 3x ഈസ് ഈക്വൽ ടു 138. x ഈക്വൽ ടു 138 ഇൻറ്റു 3 ട്രാൻസ്പോസ് ചെയ്താൽ ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 138 ബൈ 3 എത്രയാണെന്ന് നോക്കാം. 138 ബൈ 3 3 4s 12. അപ്പോൾ 13ൽ 4 3 4 റിമൈനിങ് 1 അപ്പോൾ 18. അപ്പോൾ 3 6 18 അപ്പോൾ 6. അപ്പോൾ ആൻസർ 46. എക്സ് ഈസ് ഈക്വൽ ടു 46 എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് ഓരോരുത്തരുടെയും വയസ്സ് എത്രയാണെന്ന് എഴുതാം. ആദ്യം ബൈജൂങ്സ് ഫാദേഴ്സ് ഏജ് ഈക്വൽ ടു എക്സ് ആയിട്ട് എടുത്തതല്ലേ, അപ്പോൾ 46. നെക്സ്റ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് ഏജ് ഈക്വൽ ടു എക്സ് പ്ലസ് 26 ഈക്വൽ ടു 46 പ്ലസ് 26. 46 പ്ലസ് 26 6 പ്ലസ് 6 12 റിമൈനിങ് 1 4 പ്ലസ് 2 6 7 72 ഈക്വൽ ടു 72. നെക്സ്റ്റ് ബൈജൂങ്സ് ഏജ്. ബൈജൂങ്സ് ഏജ് ഈക്വൽ ടു എക്സ് മൈനസ് 29 ഈക്വൽ ടു 46 മൈനസ് 29. 46 മൈനസ് 29 16 മൈനസ് 9 7 3 മൈനസ് 2 1. അപ്പോൾ ആൻസർ 17. അപ്പോൾ നമുക്ക് 3 പേരുടെയും വയസ്സ് കിട്ടി. ബൈജൂങ്സ് ഫാദേഴ്സ് ഏജ് 46, ഗ്രാൻഡ് ഫാദേഴ്സ് 72, ബൈജൂങ്സ് 17. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. 15 years from now, Ravi's age will be 4 times his present age. What is Ravi's present age? ക്വസ്റ്റ്യൻ പറയുന്നത് 15 ഇയേഴ്സ് കഴിഞ്ഞാൽ രവിയുടെ ഏജ് ഇപ്പോഴത്തെ ഏജിൻ്റെ 4 ടൈംസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, രവിയുടെ ഇപ്പോഴത്തെ ഏജ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എടുക്കാം. ലെറ്റ് Ravi's present age be x years. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15 ഇയേഴ്സ് കഴിഞ്ഞാൽ രവിയുടെ ഏജ് ഇപ്പോഴത്തെ ഏജിൻ്റെ 4 ടൈംസ് ആകും. അപ്പോൾ 15 ഇയേഴ്സ് കഴിഞ്ഞാൽ രവിയുടെ ഏജ് എത്രയായിരിക്കും? ഇപ്പോഴത്തെ ഏജിൻ്റെ കൂടെ 15 ആഡ് ചെയ്യണം. അപ്പോൾ എക്സ് പ്ലസ് 15 ഈക്വൽ ടു ഇപ്പോഴത്തെ ഏജിൻ്റെ 4 ടൈംസ്. അപ്പോൾ എന്ത് വരും? 4 ഇൻറ്റു എക്സ്, 4x. നമുക്ക് നെക്സ്റ്റ് എക്സിനെ RHSലോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. അപ്പോൾ 15 ഈക്വൽ ടു 4x മൈനസ് എക്സ്. 15 ഈക്വൽ ടു 4x മൈനസ് എക്സ് 3x. 15 in 3 LHSലോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. അപ്പോൾ ബൈ 3 ഈക്വൽ ടു എക്സ്. 3 5s 15. അപ്പോൾ 5 ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സ് ആയിട്ടാണ് നമ്മൾ എന്തെടുത്തത്?
രവീസ് പ്രസൻറ്റ് ഏജ്. അപ്പോൾ നമുക്ക് എഴുതാം രവീസ് പ്രസൻറ്റ് ഏജ് ഈക്വൽ ടു 5 years. രവീസ് പ്രസൻറ്റ് ഏജ് ഈക്വൽ ടു 5 years.